നമസ്കാരം. നമുക്കിന്ന് കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തെ, അരുവിക്കരയെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. ഇതൊരു സാധാരണ രാഷ്ട്രീയ വിശകലനമല്ല, മറിച്ച് അവിടത്തെ ജനങ്ങളുടെ ശബ്ദം, അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, പ്രതീക്ഷകൾ, ഇതെല്ലാം പ്രതിഫലിക്കുന്ന കണക്കുകളിലൂടെ ഒരു ആഴത്തിലുള്ള യാത്രയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശകലനം ഒരു 6 ഘട്ടങ്ങളായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യം അരുവിക്കരയുടെ മണ്ണ് തൊട്ടറിയും. പിന്നെ അവിടുത്തെ തിരഞ്ഞെടുപ്പ് കണക്കുകൾ നോക്കും. ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കും. എന്നിട്ട് വ്യക്തമായ ഒരു കർമ്മപദ്ധതിയിലേക്ക് നമ്മളെത്തും. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് തന്നെ കടക്കാം. ഏതൊരു സ്ഥലത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ ആദ്യം അവിടുത്തെ മണ്ണിനെയും മനുഷ്യരെയും അറിയണമല്ലോ. അപ്പോ എന്താണ് അരുവിക്കരയുടെ യഥാർത്ഥ ചിത്രം? നമുക്ക് നോക്കാം. അരുവിക്കരയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കുന്നുകളും മലകളും നിറഞ്ഞൊരു ഭൂപ്രകൃതിയാണ്. ഇതൊരു തീരദേശ മേഖലയല്ല. ഈ നാടിന്റെ ജീവൻ എന്ന് പറയുന്നത് തന്നെ അരുവിക്കര ഡാമാണ്. കാരണം തലസ്ഥാന നഗരിക്ക് കുടിവെള്ളം എത്തിക്കുന്നത് മുതൽ അവിടുത്തെ കൃഷിയെ താങ്ങി നിർത്തുന്നതുവരെ ഈ ഡാമിനെ ആശ്രയിച്ചാണ്. ശരി, ഇനി അവിടുത്തെ ജനങ്ങളെപ്പറ്റി സംസാരിക്കാം. അരുവിക്കരയിലെ സാമൂഹിക ഘടന എങ്ങനെയാണെന്ന് നോക്കിയാൽ അവിടെ ഈഴവ, നാടാർ, നായർ സമുദായങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ട്. അതോടൊപ്പം തന്നെ ലത്തീൻ, സിറിയൻ കത്തോലിക്ക വിഭാഗങ്ങളും മുസ്ലിം സമൂഹവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ പറയുന്ന സാമൂഹിക ഘടന അവിടുത്തെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം നിർണായകമാണെന്ന് നമ്മൾ വഴിയേ കാണാം. അപ്പോ ഈ ആളുകൾ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ളക്ഷാമം തന്നെ. പിന്നെ ഗ്രാമങ്ങളിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ. യുവാക്കൾക്കും പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് തിരികെ വന്നവർക്കും തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. ഇതിനെല്ലാം പുറമെയാണ് മലയോര മേഖലകളിലെ വന്യജീവി ആക്രമണം. ഈ അടിസ്ഥാന പ്രശ്നങ്ങളാണ് സത്യത്തിൽ അവിടുത്തെ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോ അരുവിക്കരയുടെ ഒരു ഏകദേശ ചിത്രം നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്പറുകളിലേക്ക്, അതായത് കണക്കുകളിലേക്ക് വരാം. ഓർക്കണം, ഓരോ വോട്ടും ഓരോ കഥയാണ് പറയുന്നത്. അപ്പോൾ ഈ സംഖ്യകൾ നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അരുവിക്കരയിൽ ആകെ വോട്ടർമാർ 1,93,873 പേരായിരുന്നു. അതായത് ഏകദേശം 2 ലക്ഷത്തിനടുത്ത ആളുകൾ. ഈയൊരു സംഖ്യ തന്നെ ആ മണ്ഡലത്തിന്റെ വലിപ്പം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഇനി നോക്കൂ, ഇതിൽ 75% കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാനെത്തി. 75.16%, കൃത്യമായി പറഞ്ഞാൽ. ഇതൊരു ചെറിയ കാര്യമല്ല. ഇവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ എത്രത്തോളം ഇടപെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. അവരുടെ ശബ്ദത്തിന് വിലയുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ടുതന്നെ ആ ശബ്ദത്തെ അവഗണിക്കാൻ ആർക്കും പറ്റില്ല. ഇനി നമുക്ക് വോട്ട് ഷെയർ നോക്കാം. 2021 CPIM സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 66,776 വോട്ടുകളാണ്. തൊട്ടുപിന്നാലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 61,730 വോട്ടുകളും ലഭിച്ചു. ഒരു 5,000-ൽ പരം വോട്ടിന്റെ വ്യത്യാസം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. BJP 15,379 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അതൊരു നിർണായക സാന്നിധ്യമാണ്. ഇനി ഇതിനെ ശതമാനത്തിലേക്ക് മാറ്റിയാൽ ചിത്രം കുറച്ചുകൂടി വ്യക്തമാകും. CPIMന് 45.83%, കോൺഗ്രസിന് 42.37%. കണ്ടില്ലേ, വെറും 3.5% വ്യത്യാസം. അത്രയ്ക്ക് കടുത്ത മത്സരമായിരുന്നു. അപ്പോഴാണ് 10% വോട്ട് നേടിയ BJPയുടെ റോൾ നിർണായകമാകുന്നത്. ആ വോട്ടുകൾക്ക് ഫലത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമായിരുന്നു. ശരി, ഈ കണക്കുകൾക്ക് പിന്നിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പ്രധാന കളിക്കാരെയും അവരുടെ ശക്തിയും ദൗർബല്യവും ഒന്ന് വിലയിരുത്താം. ഇവിടെ നമ്മൾ വ്യക്തികളെക്കുറിച്ചല്ല, മറിച്ച് രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിലവിലെ MLA CPIMന്റെ G. സ്റ്റീഫനെ നോക്കാം. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം അരുവിക്കര ഡാമിലെ മണ്ണ് നീക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടതാണ്. അത് വലിയൊരു കാര്യമാണ്. പക്ഷെ മറുവശത്ത് അദ്ദേഹം ഒരു പുതിയ MLA ആണ്. അതോടൊപ്പം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം വളരെ നേരിയതുമായിരുന്നു. ഇത് രണ്ടും അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളികളാണ്. ഇവിടെ 2 പ്രധാന എതിരാളികൾ തമ്മിലുള്ള ഒരു വ്യത്യാസം വളരെ വ്യക്തമാണ്. ഒരാൾ, അതായത് നിലവിലെ MLA, കാര്യങ്ങൾ ശാന്തമായി ചെയ്യുന്ന ഒരു ടെക്നോക്രാറ്റിന്റെ ഇമേജുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ പ്രധാന ശക്തി പാർട്ടിയുടെ സംഘടനാ സംവിധാനമാണ്. എന്നാൽ മറുഭാഗത്ത് എതിരാളിയുടെ കരുത്തെന്ന് പറയുന്നത് ജനങ്ങളുമായുള്ള വ്യക്തിബന്ധങ്ങളും പാരമ്പര്യവും സാമൂഹികമായ സ്വാധീനവുമാണ്. അപ്പോൾ 2 വ്യത്യസ്ത പ്രവർത്തന ശൈലികൾ തമ്മിലുള്ള ഒരു മത്സരമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അന്തസ്സോടെയും ഉത്തരവാദിത്തത്തോടെയുമുള്ള ഒരു പൊതുസംവാദമാണ്. ഇതിനെന്താണ് വേണ്ടത്? നേതാക്കൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ടും സത്യസന്ധമായും കേൾക്കണം. ഓരോ ശബ്ദവും കേൾക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കണം. അപ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. ഒരു ഗ്രീവൻസ് ഹീറ്റ് മാപ്പ്, അതായത്
ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആശങ്കകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അടയാളപ്പെടുത്താം. കാരണം തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നതും തോൽക്കുന്നതും ഈ പ്രാദേശികമായ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈയൊരു വാചകം കേട്ടുനോക്കൂ. ഗ്രാമീണർ നിരന്തരമായ ഭയത്തിലാണ് ജീവിക്കുന്നത്. ഇത് വെറുമൊരു വാക്കല്ല. വിതുര, വെള്ളനാട് പോലുള്ള മലയോര വാർഡുകളിലെ ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യമാണിത്. വന്യജീവി ആക്രമണമെന്നത് അവരുടെ ജീവന്റെയും സ്വത്തിന്റെയും പ്രശ്നമാണ്. അത്രത്തോളം ഗൗരവമുള്ള ഒന്നാണ്. അപ്പോൾ ജനങ്ങളുടെ ഈ ആശങ്കകളെ നമുക്ക് 4 പ്രധാനപ്പെട്ട തലക്കെട്ടുകളിൽ ഒതുക്കാം. 1. സാമ്പത്തിക സമ്മർദ്ദം, അതായത് വിലക്കയറ്റം. 2. ഉപജീവന മാർഗത്തെക്കുറിച്ചുള്ള ഭയം, പ്രത്യേകിച്ച് ജോലി നഷ്ടപ്പെടുമോ എന്ന പേടി. 3. സാമൂഹികമായ ഒറ്റപ്പെടൽ, അതിൽ പ്രധാനമാണ് ഈ മനുഷ്യ-മൃഗ സംഘർഷം. 4. ഭരണപരമായ പോരായ്മകൾ. വെറും ക്ഷേമപ്രവർത്തനങ്ങൾ മാത്രം പോരാ, കൺമുന്നിൽ കാണുന്ന വികസനം വേണമെന്ന ശക്തമായ ആവശ്യം. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വാർഡിലെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഉഴമലക്കലയിലെയും അരുവിക്കരയിലെയും പ്രധാന പ്രശ്നം കാലപ്പഴക്കം ചെന്ന കുടിവെള്ള പൈപ്പുകളാണെങ്കിൽ, വെള്ളനാട്, കുറ്റിച്ചൽ ഭാഗങ്ങളിൽ ആളുകൾക്ക് വേണ്ടത് ആനയെ തടയാനുള്ള നല്ല വേലികളാണ്. ഇതിൽ നിന്നെന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു ഒറ്റമൂലി കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കില്ല. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ പരിഹാരങ്ങൾ വേണം. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. രോഗനിർണയം കഴിഞ്ഞു. ഇനി വേണ്ടത് ചികിത്സയാണ്. ഈ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് എങ്ങനെ ഒരു കൃത്യമായ കർമ്മപദ്ധതി തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതാണ് ഒരു നല്ല ഭരണത്തിനുള്ള ബ്ലൂ പ്രിന്റ്. വികസനത്തിന് വേഗത കൂട്ടാൻ 3 പ്രധാന കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തേത് ജലസുരക്ഷ. അരുവിക്കര ഡാം പദ്ധതിയും പൈപ്പ് ലൈൻ നവീകരണവും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക. രണ്ടാമത്തേത് കണക്ടിവിറ്റി. എല്ലാ ഗ്രാമീണ റോഡുകളും നന്നാക്കാൻ ഒരു വാർഡ് റോഡ്സ് മിഷൻ തന്നെ തുടങ്ങുക. മൂന്നാമത്തേത് പ്രാദേശിക തൊഴിലവസരങ്ങൾ. കുറ്റിച്ചൽ പോലുള്ള സ്ഥലത്ത് ഒരു കാർഷിക വ്യാവസായിക പാർക്ക് പ്രഖ്യാപിക്കുക. ഈ 3 ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് മാറ്റമുണ്ടാക്കും. വലിയ പദ്ധതികൾ മാത്രം പോരാ, ആളുകളിലേക്ക് നേരിട്ടെത്തണം. അതിന് പല വഴികളുണ്ട്. യുവാക്കൾക്കായി ജോബ് ഫെയറുകൾ നടത്താം. സ്ത്രീകൾക്കായി കുടുംബശ്രീ വഴി ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കാം. കർഷകർക്ക് ജലസേചനവും നഷ്ടപരിഹാരവും ഉറപ്പു നൽകണം. അതോടൊപ്പം SNDP, NSS, പള്ളി, മസ്ജിദ് നേതാക്കളുമായി സംസാരിച്ച് അവരുടെ ആവശ്യങ്ങൾ അറിയണം. ഇങ്ങനെ ഓരോ വിഭാഗം ജനങ്ങളുമായും പ്രത്യേകം ബന്ധം സ്ഥാപിക്കണം. ഇന്നത്തെ കാലത്ത് വോട്ടർമാരുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. ഇന്ത്യയുടെ ഡേറ്റാ സംരക്ഷണ നിയമങ്ങൾ ഊന്നൽ നൽകുന്നത് സമ്മതത്തിനും കൃത്യമായ ഉദ്ദേശത്തിനുമാണ്. ഇതിനർത്ഥം ഒരു ജനപ്രതിനിധി ഒരു പൗരന്റെ വിവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് എന്തിനാണോ നൽകിയത് ആ കാര്യത്തിനു വേണ്ടി മാത്രം ബഹുമാനത്തോടെ ഉപയോഗിക്കണം. ഇത് ഡിജിറ്റൽ ലോകത്ത് ഒരു വിശ്വാസത്തിന്റെ അടിത്തറ പാകും. അപ്പോൾ നമ്മൾ അരുവിക്കരയുടെ മണ്ണിൽ നിന്ന് തുടങ്ങി കണക്കുകളിലൂടെ സഞ്ചരിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു കർമ്മപദ്ധതിയുടെ രൂപരേഖ വരെ എത്തി. ഇനി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തായിരിക്കണം അധികാരത്തിന്റെ ലക്ഷ്യം? ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇത്രയും വ്യക്തമായി മുന്നിലുള്ളപ്പോൾ യഥാർത്ഥ ചോദ്യം ഇനിയുമൊരു തെരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കാമെന്നതല്ല, മറിച്ച് ജനങ്ങൾക്ക് യഥാർത്ഥ ഫലം നൽകുന്ന, അവരുടെ വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം എങ്ങനെ പടുത്തുയർത്താമെന്നതാണ്. ഒരു ജനവിധിയുടെ യഥാർത്ഥ അർത്ഥമെന്താണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്. If you want to become a people-centric leader and uplift your constituency, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 08042041602. Purpose Beyond Politics.